വേദനകൾ മനസ്സിൽ ഒതുക്കിയാണ് ആക്രമണം നടന്ന ഗുജറാത്തിലെ ഗോധ്ര സന്ദർശിച്ചതെന്ന് പ്രധാനമന്ത്രി. ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി ഗോധ്രയിൽ മുഖ്യമന്ത്രി എന്ന ചുമതല നിർവഹിക്കുകയായിരുന്നു. VIP ഹെലികോപ്റ്റർ ഇല്ലാതിരുന്നിട്ടും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെറിയ ഹെലികോപ്റ്ററിൽ സംഭവസ്ഥലം സന്ദർശിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾക്കകമാണ് ഗോധ്ര കലാപം നടക്കുന്നത്. ഉടൻ സംഭവസ്ഥലത്തേക്ക് തിരിക്കുകയായിരുന്നു. വേദന നിറഞ്ഞ കാഴ്ചകളായിരുന്നു കലാപഭൂമിയിൽ. മുഴുവൻ വേദനയും മനസ്സിലൊതുക്കി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. अब वो दर्दनाक दृश्य इतने डेड बॉडी है, सब कल्पना कर सकते हैं. मैं भी इंसान हूँ, मुझे भी सब कुछ हुआ जो होना था, लेकिन मुझे मालूम था कि मैं एक ऐसे पद पर बैठा हूँ कि मुझे मेरे इमोशंस को, मेरी ये जो नेचुरल टेंडेंसी मनुष्य की होती है, उन सब से बाहर रहना होगा, सबसे ऊपर रहना होगा. അടിയന്തരമായി സംഭവസ്ഥലത്തെത്താൻ ഹെലികോപ്റ്റർ ലഭ്യമായില്ല. ലഭ്യമായ ചെറിയ ഹെലികോപ്റ്റർ VIP യാത്രയ്ക്ക് ഉപയോഗിക്കാനാവില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അത്തരം എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് ആ ചെറിയ ഹെലികോപ്റ്ററിൽ തന്നെ യാത്ര തിരിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरी MLA की आयु 3 दिन थी और अचानक गोधरा में इतना बड़ा कांड की खबर आने लगी. ट्रेन में आग लगी है, धीरे धीरे खबर आई मरने. तो मैं बहुत ही स्वाभाविक, जो भी रेस्टलेस का हो, जो भी, क्योंकि मैं चिंतित था. मैं हाउस में था. मैं निकलते ही मैंने कहा भाई मैं गोधरा जाना चाहता हूँ. तो मैंने कहा यहाँ से बड़ौदा जाएंगे, बड़ौदा से हम हेलीकॉप्टर लेंगे. तो बोले हेलीकॉप्टर तो है नहीं. तो मैंने कहा किसी का देखो. तो ONGC का शायद था, तो सिंगल इंजन था. तो उन्होंने मना कर दिया, VIP को नहीं ले जा सकते. मैंने कहा मैं VIP नहीं हूँ, मैं कॉमन मैन हूँ, मैं जाऊँगा. तो बड़ा झगड़ा हुआ हमारा. मैंने कहा मैं लिखित देता हूँ, जो कुछ भी होगा मेरी जिम्मेवारी है, मैं सिंगल इंजन हेलीकॉप्टर से जाऊँगा. ഗോധ്ര കലാപഭൂമിയിലെ ദുഃഖകരമായ കാഴ്ചകൾ കാലങ്ങളോളം മനസ്സിൽ വേദന നിറച്ചുവെന്നും നരേന്ദ്രമോദി ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.